ഹായ് സ്റ്റുഡൻസ്, ഇനിയും പഠിക്കാനുള്ളത് തിയറീസ് ഓഫ് കെമിക്കൽ കൈനറ്റിക്സ് ആണ്. അതിനകത്ത് നമ്മൾ ആദ്യം നോക്കുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റിയാക്ഷൻ റേറ്റ്സ്. അപ്പം ഓരോ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോഴും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയാക്ഷൻ റേറ്റ്സ് ഉണ്ടാവും. അത് നമ്മൾ dx/dt ടൈമിനനുസരിച്ച് എന്തോരം കോൺസെൻട്രേഷനിലാണ് വ്യത്യാസം വരുന്നതെന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ റേറ്റ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അങ്ങനെ വരുന്ന ആ റിയാക്ഷൻ റേറ്റിനകത്ത് ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് എന്താണ്? ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മാറ്റമാണ് റിയാക്ഷൻ റേറ്റ്സിൽ വരുന്നതെന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം ഇത് 4 ഗ്രാഫുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ ഗ്രാഫിനകത്തും നമ്മൾ എക്സ് ആക്സിസിൽ ടെമ്പറേച്ചറും അതുപോലെ തന്നെ വൈ ആക്സിസിൽ നമ്മൾ റിയാക്ഷൻ റേറ്റ് സ്മോൾ ലെറ്റർ കെയുമാണ് എടുത്തേക്കുന്നത്. അപ്പം ഓരോ ഗ്രാഫിനകത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ടെമ്പറേച്ചർ അനുസരിച്ച് വേരിയേഷൻ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗ്രാഫിനകത്താണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റിയാക്ഷൻ റേറ്റ്സും കൂടുന്ന രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ സെക്കൻഡാണ് വരുന്നതെങ്കിൽ ചെറിയൊരു കർവ് മാതിരി, അതായത് ഫസ്റ്റ് ടെമ്പറേച്ചർ കൂടി വന്നിട്ട് ഒരു പെർട്ടിക്കുലർ ആകുമ്പോഴേക്കും ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റിയാക്ഷൻ റേറ്റ് കുറഞ്ഞാണ് വരുന്നത്. ആദ്യം ഇൻക്രീസ് ആയിരുന്നു, പക്ഷേ ഒരു പെർട്ടിക്കുലർ ടൈം കഴിയുമ്പോഴേക്കും പിന്നീട് റിയാക്ഷൻ റേറ്റ് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു, അതായത് സെക്കൻഡ് ഗ്രാഫ്, ഫസ്റ്റ് ഗ്രാഫ് എന്ന് വെച്ചാൽ നോർമലി നടക്കുന്ന എല്ലാ റിയാക്ഷനിലും ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റിയാക്ഷൻ റേറ്റും കൂടി വരുന്ന ലീനിയർ ആയിട്ടുള്ള ഒരു ഇൻക്രീസ് ആയിരിക്കും കാണാൻ പറ്റുക. പക്ഷേ സെക്കൻഡ് ഗ്രാഫൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസിലായിരിക്കും. അതായത് എൻസൈം ഉപയോഗിച്ചിട്ട് റിയാക്ഷൻ റേറ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ടെമ്പറേച്ചർ കൂടി വരുമ്പോൾ നമുക്ക് സെക്കൻഡ് ടൈപ്പിലുള്ള ഒരു ഗ്രാഫായിരിക്കും കാണാൻ പറ്റുക. മൂന്നാമത്തെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റിയാക്ഷൻ റേറ്റ് കുറഞ്ഞാണ് വരിക. അത് നമുക്ക് കാണാൻ പറ്റുന്നത് സ്ട്രോങ്ലി എക്സോതെർമിക് ആയിട്ടുള്ള റിയാക്ഷൻസ് ആയിരിക്കും. എക്സോതെർമിക് എന്ന് വെച്ചാൽ ഹീറ്റിനെ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എക്സോതെർമിക് റിയാക്ഷൻസിലായിരിക്കും ഈ തേർഡ് ടൈപ്പ് ഓഫ് ഗ്രാഫ് നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് നാലാമത്തെ ഗ്രാഫ് എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടി വരുന്നു, പക്ഷേ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആകുമ്പോഴേക്കും വളരെ സ്റ്റീപ്പായിട്ടുള്ള ഒരു ഇൻക്രീസാണ് റിയാക്ഷൻ റേറ്റിനകത്ത് കാണാൻ പറ്റുന്നത്. അത് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ചെയിൻ റിയാക്ഷൻസിൽ, അതായത് പോളിമറൈസേഷൻ പോലെയുള്ള ചെയിൻ റിയാക്ഷൻസിലായിരിക്കും തേർഡ് ടൈപ്പ് ഓഫ് ഗ്രാഫ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഓരോ ടൈപ്പ് ഓഫ് റിയാക്ഷൻസിലും ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതിനനുസരിച്ച് റിയാക്ഷൻ റേറ്റും വേരി ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. ഇപ്പോൾ നോർമലി നടക്കുന്ന റിയാക്ഷൻ ആണെങ്കിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഗ്രാഫ് പോലെ ഇരിക്കും. അതല്ല എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസ് ആണെങ്കിൽ സെക്കൻഡ് ടൈപ്പ് ഗ്രാഫ് പോലെ, പിന്നെ ചെയിൻ റിയാക്ഷൻസ് ഒക്കെ ആണെങ്കിൽ ഫോർത്ത്, പിന്നെ എക്സോതെർമിക് റിയാക്ഷൻസ് ആണെങ്കിൽ തേർഡ്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ടെമ്പറേച്ചറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റൻറ്റ് മേലെ. ഇനിയും ഒരു കാര്യം കൂടെ അതിനകത്ത് പറയുന്നത് ഇതാണ്: ദ റേഷ്യോ ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് എ റിയാക്ഷൻ ഓഫ് 2 ടെമ്പറേച്ചർ ഡിഫറിങ് ബൈ 10 degrees Celsius ഈസ് നോൺ ആസ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഓഫ് ദ റിയാക്ഷൻ. അതായത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും 2 റിയാക്ഷൻസ് എടുക്കുവാണ്, പക്ഷേ അതിൻ്റെ രണ്ടിൻ്റെയും ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു 10 degrees Celsius ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കും നമ്മൾ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടെ വരുന്നത്. അപ്പോൾ ആ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ഇതാണ്: റേറ്റ് കോൺസ്റ്റൻറ്റ് അറ്റ് 35 degrees Celsius ആൻഡ് റേറ്റ് കോൺസ്റ്റൻറ്റ് അറ്റ് 25 degrees Celsius. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സാധാരണയായിട്ട് നമ്മൾ 35 degrees Celsiusലുള്ള ഒരു റിയാക്ഷനും 25 degrees Celsius നടക്കുന്ന മറ്റു റിയാക്ഷനും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്ന പാരാമീറ്റർ കണ്ടുപിടിക്കുക. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസും 10 degrees Celsius ആകുമല്ലോ. അപ്പോൾ അതാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. അതിന് നമുക്ക് K35 ഡിവൈഡ് ബൈ K25 എന്ന് എഴുതാം. അതായത് ആ 35ലും 25 ഡിഗ്രിയിലും നടക്കുന്ന റേറ്റ് കോൺസ്റ്റൻറ്റ്, അതാണ് K എന്ന് ഉദ്ദേശിക്കുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു T+10 ഡിവൈഡ് ബൈ KT. ആ ഒരു ഇക്വേഷനാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ ഒരു ഇഫക്റ്റായിട്ട് പറയുന്നത്. ഇനി അടുത്ത നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അരീനിയസ് ഇക്വേഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് അരീനിയസ് ഇക്വേഷൻ. ഇതിൻ്റെ ഡെറിവേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അരീനിയസ് ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ കൈനറ്റിക് എനർജി. ഒരു ഗ്യാസിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചർ.
ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരുന്നതിനനുസരിച്ച് ഒരു ഗ്യാസിൻ്റെ കൈനറ്റിക് എനർജിയിലും വേരിയേഷൻ വരും. അതായത് ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ കൈനറ്റിക് എനർജി കൂടും, ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ കൈനറ്റിക് എനർജി കുറയും. ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ അറീനിയസ് ഇക്വേഷൻസ് മുഴുവൻ പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പം അറീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, K is equal to A into E raised to EA by RT. അത് Arrhenius proposed a simple relationship between the rate constant K for a reaction and the temperature of a system. അപ്പോൾ Arrhenius ഇക്വേഷൻ എന്തിനാണ് കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കെയും ആ സിസ്റ്റത്തിന് എന്തോരം ടെമ്പറേച്ചറാണുള്ളത്, അപ്പോൾ ആ റേറ്റ് കോൺസ്റ്റൻറ്റിനെയും ടെമ്പറേച്ചറിനെയും തമ്മിൽ കണക്ട് ചെയ്ത് വരുന്ന ഒരു ഇക്വേഷനാണ് Arrhenius ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇക്വേഷൻ ഇതാണ്, K is equal to A into E raised to EA by RT. അതിനകത്ത് ഇ എന്ന് പറയുന്നത് അതിനകത്ത് എ എന്ന് പറയുന്ന ഫാക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അറീനിയസ് പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ ഓർ ഫ്രീക്വൻസി ഫാക്ടർ. ഇനിയും ഇ എ എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ടിവേഷൻ എനർജി, ആർ എന്ന് പറയുന്ന യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, ടി ഈസ് ദ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആൻഡ് കെൽവിൻ. അപ്പോൾ ഇത്രയും പാരാമീറ്റേഴ്സാണ് അറീനിയസ് ഇക്വേഷനകത്തുള്ളത്. അപ്പം അറീനിയസ് ഇക്വേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റിനെയും ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റത്തിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ്. ഇക്വേഷൻ ഇതാണ്, K is equal to A into E raised to E minus EA by RT. അതിൽ എ എന്ന് പറയുന്നത് നമ്മളെ വിളിക്കുന്ന പേരാണ് അറീനിയസ് പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഫാക്ടർ. അതിൽ ഇ എന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജിയാണ്, ടി എന്ന് പറയുന്ന ടെമ്പറേച്ചറും ആർ എന്ന് പറയുന്ന യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റുമാണ്. ഇനി ഇ എനെയും എനെയും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് വിളിക്കുന്ന പേരാണ് അറീനിയസ് പാരാമീറ്റേഴ്സ്. ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷൻ മെയിനായിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ നമ്മൾ എടുത്തു. ഇനി ഇതിൻ്റെ ലോഗരിതം, നാച്ചുറൽ ലോഗരിതം നമ്മൾ എടുക്കുകയാണ്. അതായത് രണ്ട് സൈഡിൽ നമ്മളിതിൻ്റെ നാച്ചുറൽ ലോഗരിതം എടുക്കുന്നുണ്ട്. അപ്പം എടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് ടേക്കിംഗ് ലോഗരിതം ഓഫ് ഈച്ച് സൈഡ്സ് ഓഫ് ദ അറീനിയസ് ഇക്വേഷൻ ln K is equal to മൈനസ് EA by RT പ്ലസ് ln A. അതായത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കെ ആയതുകൊണ്ട് അതിൻ്റെ നാച്ചുറൽ ലോഗരിതം എടുക്കുമ്പം ln K എന്ന് വരും, പ്ലസ് എ ഇൻറ്റു എന്ന് പറയും എൻ്റെ എടുക്കുമ്പം ln A എന്ന് വരും, പ്ലസ് ഇ റേസ് ടു EA by RT ആണ്. അപ്പം ln E റേസ് ടു EA by RT എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ മൈനസ് EA by RT എന്നേ വരത്തുള്ളൂ. കാരണം ലോഗരിതവും ഈ റേസ് ടു എന്ന് പറഞ്ഞ് വരുന്നതും തമ്മിൽ പരസ്പരം ലോഗരിതവും ഈ റേസ് ടു എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ എന്താണോ വരുന്നത് അത് റേസ് ടു വെച്ചിട്ട് എന്ത് സാധനമാണോ വരിക അതായിരിക്കും അതിൻ്റെ എന്ന് പറയുന്നത്. അതായത് ln ഇപ്പോൾ എക്സാമ്പിൾ പറയാം, അപ്പോൾ ഈ റേസ് ടു എക്സ്, അതിന് ലോഗരിതം എടുക്കാൻ പറഞ്ഞാൽ എക്സ് ആയിരിക്കും. കാരണം ലോഗും ഈ റേസ് ടു കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ഈ റേസ് ടു ആയിട്ട് എന്താണോ വരുന്നത്, സപ്പോസ് എക്സ് ആണ് വരുന്നതെങ്കിൽ എക്സ് ആയിരിക്കും അവിടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇവിടെ ഈ റേസ് ടു എന്ന് പറഞ്ഞിട്ട് മൈനസ് EA by RT ആണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ln K is equal to മൈനസ് EA by RT പ്ലസ് ln A എന്ന് പറഞ്ഞിട്ട് ലോഗരിതമാക്കി എഴുതിയിരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ നാച്ചുറൽ ലോഗരിതമാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് LOG നോർമൽ ലോഗരിതത്തിനകത്തേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 2.303 ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അന്നേരം നമുക്ക് ലോഗ് K is equal to മൈനസ് EA by 2.303 RT പ്ലസ് ലോഗ് A എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ നാച്ചുറൽ ലോഗരിതത്തിന് നോർമൽ ലോഗിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2.303 ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്ന സ്റ്റെപ്പാണത്. ഇനിയും the Arrhenius equation predicts that for a positive activation energy the rate constant increases with the temperature. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ പറ്റുന്ന ഒരു കാര്യം, അപ്പോൾ നമ്മുടെ ആക്ടിവേഷൻ എനർജി പോസിറ്റീവ് ആണെങ്കിൽ, ആക്ടിവേഷൻ എനർജി പോസിറ്റീവായിട്ട്, അതായത് EA എന്ന് പറയുന്ന ക്വാണ്ടിറ്റി പോസിറ്റീവായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റേറ്റ് കോൺസ്റ്റൻറ്റ് കൂടുന്നതായിട്ടായിരിക്കും കാണാൻ പറ്റുക. ഇനി നമ്മൾ ഇതിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ln Kയും 1/Tയും ln K വേഴ്സസ് 1/T ഗ്രാഫ് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടുത്തെ സ്ലോപ്പായിട്ട് നമുക്ക് കിട്ടുന്നത് മൈനസ് EA by Rൻ്റെ വാല്യൂ ആയിരിക്കും. കാരണം the slope of the plot is minus EA by R and intercepts with y-axis when 1/T goes 0 is ln A. അതായത് സ്ലോപ്പായിട്ട് നമുക്ക് വരുന്നത് മൈനസ് EA by R ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ആക്ടിവേഷൻ എനർജി ആയിട്ടുള്ള EAയുടെ വാല്യൂ നമുക്ക് പോസിറ്റീവായിട്ടാണ് കിട്ടുന്നതെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റേറ്റ് കോൺസ്റ്റൻറ്റ് കൂടി വരുന്നതായിട്ടും കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഇനിയും the fact that EA is given by the slope of the plot of ln A against 1/t leads to the conclusion. അതായത് നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ln കെയും 1/t വേഴ്സസ് ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. അതിൽ നിന്നും സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരുമെന്നുള്ളതും പറഞ്ഞു. അവിടെ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഷൻസ് ആണ് കിട്ടുന്നതെന്നുള്ളത്. The stronger the temperature dependence of the rate constant, higher the ആക്ടിവേഷൻ എനർജി. അതായത് നമ്മുടെ ടെമ്പറേച്ചർ നമ്മുടെ റേറ്റ് കോൺസ്റ്റൻറ്റിനെ വളരെ സ്ട്രോങ് ആയിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതൊരു ലീനിയർ ആയിട്ടുള്ളൊരു ഇൻക്രീസ് ആണ് വരേണ്ടതെങ്കിൽ, അപ്പോൾ എന്ത് പറ്റും, നമ്മുടെ ആക്ടിവേഷൻ എനർജി അവിടെ ഹയർ ആയിരിക്കും. കാരണം എന്താ, സ്ലോപ്പായിട്ട് നമുക്ക് EA/R ആണ് വരുന്നത്. അതിൽ EA എന്ന് പറയുന്നതാണ് ആക്ടിവേഷൻ എനർജി. ഇനി സെക്കൻഡ് പോയിന്റ് ഇതാണ്, എ ഹൈ ആക്ടിവേഷൻ എനർജി സിഗ്നിഫൈസ് ദാറ്റ് ദ റേറ്റ് കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡ് സ്ട്രോങ്ലി ഓൺ ടെമ്പറേച്ചർ. ഇനി നമ്മുടെ ഹൈ ആക്ടിവേഷൻ എനർജി ഇയുടെ വാല്യൂ വളരെ ഹൈ ആയിട്ടുള്ളൊരു വാല്യൂ ആണ് നമുക്ക് വരുന്നതെങ്കിൽ നമ്മുടെ റേറ്റ് കോൺസ്റ്റൻറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇഫ് എ റിയാക്ഷൻ ഹാസ് സീറോ ആക്ടിവേഷൻ എനർജി ഇറ്റ്സ് റേറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ടെമ്പറേച്ചർ. ഇനി നമ്മുടെ ആക്ടിവേഷൻ എനർജി 0 ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ ആയിരിക്കും. A negative activation energy indicates that the rate decreases as the temperature is raised. ഇനിയും എൻ്റെ വാല്യൂ, അതായത് ആക്ടിവേഷൻ എനർജീൻ്റെ വാല്യൂ നെഗറ്റീവായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ റേറ്റ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റേറ്റ് കോൺസ്റ്റൻ്റ് കുറഞ്ഞായിരിക്കും വരിക. വിച്ച് മീൻസ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ഇത്രയും കൺക്ലൂഷൻസ് ആണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുക. അപ്പം അല്ലെങ്കിൽ അപ്പോൾ ഈ ഒരു അറീനിയസ് ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആക്ടിവേഷൻ എനർജീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്ത് വരിക, ഈ ടെമ്പറേച്ചറും റേറ്റ് കോൺസ്റ്റൻറ്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് വരുന്നത്. ഇനിയും സപ്പോസ് ഇഫ് ദ റേറ്റ് കോൺസ്റ്റൻറ്റ് K is measured in two temperatures T1 and T2, EA can be calculated as follows. സപ്പോസ് നമ്മൾ T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലും T2 എന്ന് പറയുന്ന മറ്റൊരു ടെമ്പറേച്ചറിലും നമ്മൾ റേറ്റ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് EAക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. അറ്റ് ടെമ്പറേച്ചർ T1 the equation becomes ln T1 is equal K1 is equal to minus EA/RT1 plus ln A. അതായത് Tക്ക് പകരം നമ്മൾ T1ഉം അടുത്തടുത്ത് Tക്ക് പകരം T2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി അത് തമ്മിൽ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുക. അതായത് ln K2 മൈനസ് ln K1 is equal to minus EA/RT2 plus ln A minus of minus EA/RT1 plus ln A എന്ന് വരും. അവിടെ നിന്നും എന്താ മൈനസ് EA/RT2 പ്ലസ് EA/RT1 എന്ന് വരും. കാരണം മൈനസ് ln Aയും പ്ലസ് ln Aയും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ഔട്ട് ചെയ്തു പോകും. സോ ആകെ വരുന്നത് മൈനസ് EA/RT2 പ്ലസ് EA/RT1 ആയിരിക്കും. പിന്നെ ln K2 മൈനസ് ln K1 എന്ന് പറഞ്ഞാൽ എന്താ, ലോഗ് A മൈനസ് ലോഗ് B എന്ന് പറഞ്ഞാൽ ലോഗ് A/B എന്നാണ്. അപ്പം ln K2 മൈനസ് ln K1 എന്ന് പറഞ്ഞാൽ ln K2/K1 ഈസ് ഈക്വൽ ടു EA/R 1/T1 മൈനസ് 1/T2. അതായത് രണ്ടിടത്തും EA/R കോമൺ ആയതുകൊണ്ട് അതിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു, ബാക്കിയുള്ളതിനെ ബ്രാക്കറ്റിനുള്ളിലേക്കും കൊടുത്തു. സോ ln K2/K1 ഈസ് ഈക്വൽ ടു EA/R ഇൻറ്റു 1/T1 മൈനസ് 1/T2 എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ വരും. ഇനിയും അവിടെ നിന്ന് നമ്മൾ ഈ നാച്ചുറൽ ലോഗരിതത്തിനെ നോർമൽ ലോഗിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ലോഗ് K2/K1 ഈസ് ഈക്വൽ ടു EA/2.303 ഇൻറ്റു R ഉണ്ട് കേട്ടോ. R ഇവിടെ എഴുതിയിട്ടില്ല, പക്ഷെ R ഉണ്ട്. R T2 മൈനസ് T1 ഡിവൈഡ് ബൈ T1 T2, അല്ലെങ്കിൽ 1/T1 മൈനസ് 1/T2 എന്ന് വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് അറീനിയസ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നോർമൽ അറീനിയസ് ഇക്വേഷനകത്ത് നിന്നും നമ്മൾ ലോഗരിതം കൺസിഡർ ചെയ്തു. പിന്നെ അവിടെ നിന്ന് നമ്മൾ രണ്ട് ടെമ്പറേച്ചറിൽ വന്നാൽ റേറ്റ് കോൺസ്റ്റൻറ്റ്, അറീനിയസ് ഇക്വേഷനിൽ തന്നെ റേറ്റ് കോൺസ്റ്റൻറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് അറീനിയസ് ഇക്വേഷൻ എത്തി. ലോഗ് K2/K1 ഈസ് ഈക്വൽ ടു EA/2.303 R ഇൻറ്റു T2 മൈനസ് T1 ഡിവൈഡ് ബൈ T1 T2നെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് അറീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. Thus the values of K1 and K2 measured at T1 and T2 can be used to find EA. ഇനി നമുക്ക് T1 T2ൻ്റെ വാല്യൂ അറിയാം, K1 K2ൻ്റെ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് EAയുടെ വാല്യൂ ഇതിനകത്തു നിന്നും കണ്ടുപിടിക്കാനായിട്ട് എക്സ്പെരിമെൻ്റലി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെയാണ് അറീനിയസ് ഇക്വേഷനകത്ത് പറയുന്നത്. ഞാൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് പറയുന്നത്. പ്രോബ്ലംസ് നോക്കുക. കൈനറ്റിക്സ് ഓഫ് ദ റിയാക്ഷൻ 2
N2O5 gives 4NO2 plus O2 was found by instrumental techniques. The plot of ln k versus 1 by t gave a straight line of which was slope was found to be minus 1.2 into 10 raised to 4 Kelvin. What's the activation energy of the reaction? അതായത് അവർ പറഞ്ഞിരിക്കുന്നതാണ് 2N2O5 മോളിക്യൂൾസ് ഡീകമ്പോസ് ചെയ്ത് കഴിയുമ്പം 4NO2 പ്ലസ് O2 ആയിട്ട് മാറുന്നു. ഇൻസ്ട്രുമെൻ്റൽ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് അതിൻ്റെ കൈനറ്റിക്സ്, അതായത് അതിൻ്റെ റേറ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയും അതിനെ ഒരു ഗ്രാഫായിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ ln k വേഴ്സസ് 1/t എന്ന് പറയുന്ന ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടിയ സ്ലോപ്പിൻ്റെ വാല്യൂ ആണ് -1.2 ഇൻറ്റു 10 റേസ് ടു 4 കെൽവിൻ എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ആ റിയാക്ഷൻ ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡെറിവേഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞു, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ മൈനസ് ഒരു സ്ട്രേറ്റ് ലൈൻ ഇക്വേഷനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ അവിടെ കിട്ടുന്ന സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ -EA/r ആണ്. അപ്പം ഇവിടെ അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു -EA/r ആണെങ്കിൽ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു EA/r ഈസ് ഈക്വൽ ടു -1.2 ഇൻറ്റു 10 റേസ് ടു 4 കെൽവിൻ ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം EA ഈസ് ഈക്വൽ ടു -r ഇൻറ്റു സ്ലോപ്പ്. അപ്പോൾ ആറിൻ്റെ വാല്യൂ നമുക്കറിയാം, ആറിൻ്റെ വാല്യൂ നമുക്കറിയാം യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ് 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആണ്. അപ്പോൾ അത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആക്ടിവേഷൻ എനർജിയുടെ വാല്യൂ കിട്ടും 1 ഇൻറ്റു 10 റേസ് ടു 5 ജൂൾ പെർ മോൾ. അപ്പോൾ ആക്ടിവേഷൻ എനർജിയുടെ യൂണിറ്റ് നമ്മൾ ജൂൾ പെർ മോളിൽ വേണം എഴുതാനായിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തൊരു പ്രോബ്ലം കൂടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് അറീനിയസ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക, പ്രോബ്ലംസ് നോക്കി ചെയ്യുക. ഇനിയും കൺസെപ്റ്റ് ഓഫ് ആക്ടിവേഷൻ എനർജി. ഇനി ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്ന അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. The concept of activation energy emphasizes that all molecules of the reactant cannot take part in the chemical reaction. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനകത്ത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കുറേ റിയാക്റ്റൻസ് എടുത്തു, അതിനകത്ത് ആ റിയാക്റ്റൻസിനകത്ത് എല്ലാ മോളിക്യൂൾസിനും ഒന്നും കെമിക്കൽ റിയാക്ഷനകത്ത് പങ്കെടുക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണ് ഈ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്ന കൺസെപ്റ്റിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. There is a certain minimum energy called threshold energy which the colliding molecules must have before they are capable of reaction. നമുക്കറിയാം ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ മോളിക്യൂൾസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊളിഷൻസ് നടത്തും. അങ്ങനെ കൊളിഷൻസ് നടത്തണമെങ്കിൽ ആ മോളിക്യൂൾസിനൊരു മിനിമം എനർജി ആവശ്യമുണ്ട്. ആ മിനിമം എനർജീനെ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് എനർജി. Only most of the molecules however have much less kinetic energy than the threshold energy. അപ്പോൾ നോർമലി ഈ ത്രെഷോൾഡ് എനർജീനെ കഴിഞ്ഞും കുറവ് കൈനറ്റിക് എനർജി ഉള്ള എനർജി ഉള്ള മോളിക്യൂൾസ് ആയിരിക്കും ഉണ്ടാവുക. Only activated molecules can take part in the chemical reaction. Thus, reactant molecules acquire sufficient energy to pass the energy barrier or activated state. അപ്പോൾ എന്താ പറയുക, ഒരു എനർജി ബാരിയർ, അതായത് ഈ പരസ്പരം ഈ റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മിനിമം ത്രെഷോൾഡ് എനർജി ഉള്ള ഈ മോളിക്യൂൾസ് ഒരു എനർജി ബാരിയർ ഉണ്ട്. ആ എനർജി ബാരിയർ ക്രോസ് ചെയ്യാനായിട്ട് അതിനൊരു എമൗണ്ട് ഓഫ് എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ട്. ദ എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ബൈ ദ റിയാക്റ്റന്റ് മോളിക്യൂൾസ് ടു പാസ് ത്രൂ ദ എനർജി ബാരിയർ ഈസ് കോൾഡ് ആക്ടിവേഷൻ എനർജി. അതായത് ഈ ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നതാണ്. ഇപ്പം സപ്പോസ് ഇപ്പോൾ ഒരു മോളിക്യൂൾസിന് എന്താ പറയുന്നത്, ഒരു മോളിക്യൂളിനെ കൊളൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിനിമം എനർജി വേണം. ആ എനർജീനെയാണ് നമ്മൾ ത്രെഷോൾഡ് എനർജി എന്ന് വിളിക്കുന്നത്. അപ്പം അത്രയും എനർജി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ഒരു എനർജി ബാരിയർ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് റിയാക്ഷൻസ് അല്ലെങ്കിൽ കൊളീഷൻ നടത്തിയിട്ട് പ്രോഡക്റ്റായിട്ട് മാറാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഈ പറയുന്ന എല്ലാ മോളിക്യൂൾസിനും ഈ ത്രെഷോൾഡ് എനർജി ഉണ്ടാവണം എന്നില്ല. ചിലതിന് കാണും, പക്ഷെ ചിലതിനുണ്ടാവില്ല. അപ്പം ആ എനർജി ബാരിയർ ക്രോസ് ചെയ്യാനായിട്ട് അതിന് എന്തോരം എനർജി ആവശ്യമാണോ, എന്തോരം എനർജി ആണോ ആ ആക്ടിവേറ്റഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ എനർജി ബാരിയർ ക്രോസ് ചെയ്യാനായിട്ട് വേണ്ടത്, അല്ലെങ്കിൽ ത്രെഷോൾഡ് എനർജി അക്വയർ ചെയ്യാനായിട്ട് വേണ്ടത്, ആ എനർജീനെയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ആ ആക്ടിവേറ്റഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ എനർജി ബാരിയർ ക്രോസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ റിയാക്റ്റൻസ് എല്ലാം പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യത്തുള്ളൂ. അതിനാവശ്യമായിട്ടുള്ള ആ എമൗണ്ടിനെയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന്
പറയുന്നത്. The activation energy is acquired by the reactive molecules during their collisions with the molecules of higher energy. അപ്പം എങ്ങനെയാണ് ഇത് ആക്ടിവേഷൻ എനർജി ഓരോ മോളിക്യൂൾസും അക്വയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ചിലതിന് ഒരുപാട് എനർജി ഉണ്ടാകും. അപ്പോൾ അതുമായിട്ട് ഈ എനർജി കുറവുള്ള മോളിക്യൂൾസ് പോയി കൊളൈഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ഒരുപാട് എനർജി ഉള്ള മോളിക്യൂൾസിനകത്തു നിന്നും കുറച്ച് എനർജി ഈ കുറവ് എനർജിയുള്ള മോളിക്യൂൾസിന് കിട്ടും. അങ്ങനെ അതിന് ആക്ടിവേഷൻ എനർജി കിട്ടും. അപ്പോൾ കൊളിഷൻസ് നടത്തിയിട്ടാണ് ആക്ടിവേഷൻ എനർജി ഓരോ മോളിക്യൂൾസും ഉണ്ടാക്കിയെടുക്കുന്നതും എനർജി ബാരിയർ ക്രോസ് ചെയ്ത് റിയാക്റ്റൻസിൽ നിന്നും പ്രോഡക്ട്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും. അപ്പോൾ ആക്ടിവേഷൻ എനർജി ഈസ് ഈക്വൽ ടു ത്രെഷോൾഡ് എനർജി മൈനസ് എനർജി ആക്ച്വലി പോസസ്ഡ് ബൈ ദി മോളിക്യൂൾസ്. അപ്പോൾ മിനിമം എനർജി എത്രയാണോ അതിനെയാണ് നമ്മൾ ത്രെഷോൾഡ് എനർജി പറയുന്നത്. അതിൽ നിന്നും ആക്ച്വലി ആ മോളിക്യൂൾസിന് എത്ര എനർജി ഉണ്ടോ അത് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ആക്ടിവേഷൻ എനർജി കിട്ടുക. അല്ലെങ്കിൽ ത്രെഷോൾഡ് എനർജി ഈസ് ഈക്വൽ ടു ആക്ടിവേഷൻ എനർജി പ്ലസ് ആക്ച്വലി എനർജി പൊസസ്ഡ് ബൈ ദ മോളിക്യൂൾസ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പം അതിനൊരു ഫിഗറും കൊടുത്തിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം if the potential energy of the product is less than that of the reactant, then the reaction will be exothermic and energy transfer energy to the surroundings. അതായത് ഇപ്പം നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി ഇപ്പം നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ പൊട്ടൻഷ്യൽ എനർജി റിയാക്റ്റൻസിനെ വെച്ച് കമ്പയർ ചെയ്ത് കഴിയുമ്പോഴേക്കും കുറവാണെങ്കിൽ ആ റിയാക്ഷൻ എന്തായിരിക്കും? എക്സോതേർമിക് ആയിരിക്കും. ആൻഡ് അവിടെ നടക്കുന്ന എനർജി ട്രാൻസ്ഫർ സറൗണ്ടിങ്സിനകത്തേക്കായിരിക്കും എനർജി ട്രാൻസ്ഫറും നടത്തും. ഇനിയും തിരിച്ച് നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ പൊട്ടൻഷ്യൽ എനർജി റിയാക്റ്റൻസിൻ്റെ പൊട്ടൻഷ്യൽ എനർജീനെ കഴിഞ്ഞും കൂടുതലായിട്ടാണ് വരുന്നതെങ്കിൽ റിയാക്ഷൻ ഹൈലി എൻഡോതെർമിക് ആയിരിക്കും. സറൗണ്ടിങ്സിൽ നിന്നും എനർജീനെ ഉള്ളിലേക്കായിരിക്കും വലിച്ചെടുക്കുക. അപ്പോൾ എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ എന്ന് അറിയുമ്പോൾ നമ്മൾ അതിനകത്ത് പൊട്ടൻഷ്യൽ എനർജിയുമായിട്ട് കമ്പയർ ചെയ്ത് പറയുവാണെങ്കിൽ ഒരു റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിൽ എന്താണ് നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ പൊട്ടൻഷ്യൽ എനർജി റിയാക്റ്റൻസിൻ്റെ പൊട്ടൻഷ്യൽ എനർജിനെ കഴിഞ്ഞും കുറവായിരിക്കും. അതുകൊണ്ട് എനർജീനെ നമ്മൾ സറൗണ്ടിങ്സിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഒരു എക്സോതെർമിക് റിയാക്ഷനായിട്ട് മാറും. ഇനി അതല്ല പ്രൊഡക്ട്സിൻ്റെ പൊട്ടൻഷ്യൽ എനർജി റിയാക്റ്റൻസിൻ്റെ പൊട്ടൻഷ്യൽ എനർജീനെ കഴിഞ്ഞും കൂടുതലായിട്ടാണ് വരുന്നതെങ്കിൽ എന്ത് പറ്റും? നമ്മൾ അത് എൻഡോതെർമിക് റിയാക്ഷൻസ് ആയിരിക്കും. കൂടാതെ സറൗണ്ടിങ്സിൽ നിന്നും എനർജീനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയായിരിക്കും ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ആക്ടിവേഷൻ എനർജിയുടെ കൺസെപ്റ്റിനെ പറ്റിയിട്ടും പറയാനുള്ളത്. ഇനി നമുക്കുള്ളത് കൊളിഷൻ തിയറിയാണ്. അരീനസ് ഇക്വേഷൻ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് കൊളിഷൻ തിയറി. കൊളിഷൻ തിയറി പ്രപ്പോസ് ചെയ്തത് മാക്സ് റൗട്ട്സ് ഇൻ 1916 ആൻഡ് വില്യം ലൂയിസ് ഇൻ 1918 ആണ്. രണ്ടുപേരും കൂടെയാണ് ഈ ഒരു കൊളിഷൻ തിയറീനെ പെർഫെക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. The collision theory states that when suitable particles of the reactant hit each other, only a certain percentage of the collisions came any significant chemical change, and these successful changes are called successful collisions. അപ്പം ഒരുപാട് റിയാക്റ്റൻസ് വന്നു കഴിയുമ്പോഴേക്കും അതിനുള്ളിൽ ഒരുപാട് മോളിക്യൂൾസ് ആവും. ഈ മോളിക്യൂൾസ് എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊളിഷൻ നടക്കുന്നുണ്ട്. പക്ഷേ കൊളിഷൻ തിയറി പ്രകാരം പറയുന്നത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കൊളിഷൻ നടന്നെങ്കിൽ മാത്രമേ അവിടെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ എല്ലാ കൊളിഷൻസും ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാക്കുന്നു എന്നല്ല, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള കൊളിഷൻസ് നടന്നെങ്കിൽ മാത്രമേ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ചേഞ്ച് ആ ഒരു സിസ്റ്റത്തിനകത്ത് ഉണ്ടാവത്തുള്ളൂ. A successful collisions have enough energy, also known as activation energy, and proper orientation at the moment of impact to break the pre-existing bonds and form a new bonds. ഇനിയും ഒരു സക്സസ്ഫുൾ കൊളിഷൻസ് എന്ന് വെച്ചാൽ അതിനെ ഒരു എനർജിയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആ എനർജിയാണ് ആക്ടിവേഷൻ എനർജി. അപ്പോൾ ഒരു സക്സസ്ഫുൾ കൊളിഷൻസ് ആവണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു ആക്ടിവേഷൻ എനർജി കിട്ടുകയും വേണം. പ്ലസ് അതിന് ഇതുവരെ ഉണ്ടായിരുന്ന ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാനായിട്ടും പുതിയൊരു ബോണ്ട് ഫോം ചെയ്യാനായിട്ടുള്ളൊരു കേപ്പബിലിറ്റിയും ഉണ്ടാവണം. Increasing the concentrations of the reactant particles or raising the temperature, thus bringing about many more successful collisions, increases the rate of the reactions. അതായത് റിയാക്റ്റൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ചോ ഇല്ലെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചോ നമുക്ക് കൂടുതൽ സക്സസ്ഫുൾ കൊളിഷൻസ് നടത്താൻ പറ്റും. അതുവഴി റേറ്റ് ഓഫ് ദ റിയാക്ഷനും ഇൻക്രീസ് ചെയ്യുവാനായിട്ട് പറ്റും. When a catalyst is involved in the collision between the reactant molecules, less energy is required for chemical change to take place, and hence more collisions have sufficient energy for reactions to
ഒക്കുക. ഇനി നമ്മളൊരു ഇതിനകത്തേക്ക് ഒരു കാറ്റലിസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരുപാട് കൊളിഷൻസ് നടത്തുവാനായിട്ട് പറ്റും. From the kinetic theory of gases, the number of bimolecular collisions per second per centimeter cube among molecules of one species is given by. അതായത് നമ്മൾ കൈനറ്റിക് തിയറി പ്രകാരം പറയുവാണെങ്കിൽ, ഓൾറെഡി നമ്മളത് കൈനറ്റിക് തിയറി പഠിക്കുന്ന സമയത്ത് ഈ ഒരു ഇക്വേഷൻ പഠിക്കുന്നതാണ്. Z is equal to 2n square d square into 8 pi kt divided by mu raised to 1/2 അല്ലെങ്കിൽ റൂട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷനാണ്. അപ്പം ഈ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് പ്രകാരം നമ്മൾ എഴുതുന്ന ഒരു ഇക്വേഷനാണ്. ബൈമോളിക്കുലർ കൊളിഷൻസിൻ്റെ എണ്ണം, നമ്പർ ഓഫ് കൊളിഷൻസ് ആണ് ഇസഡ് വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഇനി ഫോർ എ റിയാക്ഷൻസ് ഇൻവോൾവിംഗ് ടു ഡിഫറെൻറ്റ് ഗ്യാസസ് എ ആൻഡ് ബി, the rate of bimolecular collisions per second between unlike molecules is given by ZAB is equal to NaNb dAv square 8 pi kt divided by mu raised to 1/2. അതായത് ഇനി എ എന്നും ബി എന്നും പറയുന്ന രണ്ട് ഡിഫറെൻറ്റ് ഗ്യാസസ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് കൊളിഷൻസ് എഴുതുന്നതിന് കമ്പൈൻഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് കൊളിഷൻസ് എഴുതുന്നതിൻ്റെ ഇക്വേഷനാണ് ZAB ഈസ് ഈക്വൽ ടു NaNb dAv സ്ക്വയർ 8 pi kt ഡിവൈഡ് ബൈ മ്യൂ റേസ് ടു 1/2. ഇവിടെ NaNb എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഗ്യാസും ബി എന്ന് പറയുന്ന ഗ്യാസിൻ്റെയും നമ്പർ ഓഫ് മോൾസ് ആണ്. DAv എന്ന് ഉദ്ദേശിക്കുന്ന ആവറേജ് ഡയമീറ്റർ ആണ്. ദാറ്റ് ഈസ് DA ഡിവൈഡ് ബൈ DV ഡിവൈഡ് ബൈ 2 ആണ്. മ്യൂ ഇസ് ദ റെഡ്യൂസ്ഡ് മാസ് വിച്ച് ഇസ് MaMb ഡിവൈഡ് ബൈ Ma പ്ലസ് MB എന്ന് വെച്ചാൽ എയുടെയും ബിയുടെയും മോളിക്കുലർ മാസ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് റെഡ്യൂസ്ഡ് മാസ് എന്ന് പറയുന്നത്. ദ കൊളിഷൻ നമ്പർ ZAB ഈസ് ഗിവൺ ഇൻ ദ ടേംസ് ഓഫ് മോളാർ മാസസ് Ma ആൻഡ് NB ഓഫ് ടു ഗ്യാസസ് ബൈ ദി എക്സ്പ്രഷൻ. ഇനി നമ്മൾ ഈ Z എന്ന് പറയുന്ന ഈ ഫാക്ടറിനെ മോളാർ മാസസിൻ്റെ ടേംസിലേക്ക്, MaMb എന്ന് പറയുന്ന മോളാർ മാസസിൻ്റെ ടേംസിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ ഇക്വേഷൻ ZAB ഈസ് ഈക്വൽ ടു NaNb dAv സ്ക്വയർ Ma പ്ലസ് MB ഡിവൈഡ് ബൈ 8 pi RT ഡിവൈഡ് ബൈ MaMb റേസ് ടു 1/2. അതായത് മ്യൂവിന് പകരം നമ്മൾ MaMb ഡിവൈഡ് ബൈ Ma പ്ലസ് MB എന്ന് പറയുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി അവിടെ നിന്ന് നമ്മൾ അപ്പോൾ ഇത്രയും ഇക്വേഷൻസ്, അപ്പോൾ ഇത്രയും വരെ നമ്മൾ ഡെറൈവ് ചെയ്ത് വെച്ചു. ഇനിയും for a reaction to occur, the energy of collisions must equal or exceed the threshold energy. അപ്പോൾ ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ നമ്മുടെ ത്രെഷോൾഡ് എനർജിനെ കഴിഞ്ഞോ അല്ലെങ്കിൽ ത്രെഷോൾഡ് എനർജിയോട് ഈക്വൽ ആയിട്ടോ ഉള്ള എനർജി ആവശ്യമായിട്ട് കൊളിഷൻ നടത്തി അത്രയും എനർജി നമുക്ക് കിട്ടണം. The effective energy is the kinetic energy correspond to the compound of the relative velocity of the two molecules along the line of their centers at the moment of collisions. The detailed analysis of the dynamics of bimolecular collisions leading to the results the number of collisions between A and B when the kinetic energy E along the line of centers is greater than the threshold energy it is given by. അതായത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ പറയുന്ന റിയാക്ഷൻസിനെ എല്ലാം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്പർ ഓഫ് കൊളിഷൻസ് എ എന്ന് പറയുന്ന ഗ്യാസും ബി എന്ന് പറയുന്ന ഗ്യാസിനും ഇടയിലുണ്ടാവുന്ന നമ്പർ ഓഫ് കൊളിഷൻസ് എന്ന് പറയുന്നത് അവിടുത്തെ ത്രെഷോൾഡ് എനർജീനെ കഴിഞ്ഞും കൂടുതലായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മാത്തമാറ്റിക്കലി നമ്മളത് എക്സ്പ്രസ് ചെയ്യുവാണെങ്കിൽ Z-AB ഈസ് ഈക്വൽ ടു ZAB E റേസ് ടു മൈനസ് E ബൈ RT എന്ന് കിട്ടും. അസ്യൂമിങ് ദാറ്റ് Z-AB gives the rate of collisions between A and B, we can write അതായത് Z-AB എന്ന് പറഞ്ഞാൽ എയ്ക്കും ബിക്കും ഇടയിലുണ്ടാകുന്ന നമ്പർ ഓഫ് കൊളിഷൻസിൻ്റെ ഇക്വേഷനാണ് തരുന്നതെന്ന് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് മൈനസ് DNA ബൈ ND, ബിക്കോസ് എന്നയുടെ നമ്പറാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ DNA ബൈ DT ഇസ് ഈക്വൽ ടു Z-AB എന്ന് കിട്ടും. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതായത് ZABയുടെ വാല്യൂ ഓൾറെഡി നമ്മൾ മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം മൈനസ് DNA ഡിവൈഡ് ബൈ DT ഇസ് ഈക്വൽ ടു NaNb dAv സ്ക്വയർ MaMb 8 pi RT ഡിവൈഡ് ബൈ MaMb റേസ് ടു ഹാഫ് E റേസ് ടു E ബൈ മൈനസ് E ബൈ RT എന്ന് കിട്ടും. ഇനി കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് പറയുന്നത് 10⁻³ Na ബൈ Na ആണ്. കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് പറയുന്നത് 10⁻³ Na ബൈ NB ആണ്. വേറെ Na ഈസ് ദ അവഗാഡോ നമ്പർ. അത് റേറ്റ് ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. മൈനസ് DA ബൈ DT ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. അതിന് വേണ്ടിയിട്ടാണ് കോൺസെൻട്രേഷൻ ഓഫ് എയും കോൺസെൻട്രേഷൻ ഓഫ് ബിയും കണ്ടുപിടിച്ചത്. വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് 10⁻³
3 divided by Na dt is equal to k into 10 raised to 6 divided by Na square into Na into Nb. അതായത് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് എയുടെയും കോൺസെൻട്രേഷൻ ഓഫ് ബിക്കും പകരം നമ്മൾ 10⁻³ Na ഡിവൈഡ് ബൈ എൻ എന്നും ബിക്ക് പകരം 10⁻³ Na ഡിവൈഡ് ബൈ എൻ ബി എന്നുള്ള ഇക്വേഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റേറ്റ് ലോയിനകത്തേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇത്രയും കിട്ടിയത്. ഇനി അവിടെ നിന്നും k is equal to Na ഡിവൈഡ് ബൈ 10⁻³ Na Nb ഇൻറ്റു DNA ബൈ dt എന്ന് കിട്ടി. ബിക്കോസ് റേറ്റ് ലോയിൽ നിന്നാണല്ലോ നമ്മൾ ഇത്രയും കണ്ടുപിടിച്ച് എഴുതുന്നത്. അപ്പോൾ k is equal to എന്ന് പറഞ്ഞിട്ട് എഴുതി. ഇനിയും ഈ കെയുടെ വാല്യൂ യൂസിങ് ഇക്വേഷൻ 89, അതായത് Z-AB എന്ന് പറയുന്ന Na Nb DAV സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. അന്നേരം k is equal to NADAV സ്ക്വയർ ഡിവൈഡ് ബൈ 10⁻³ Ma പ്ലസ് MB 8πRT ഡിവൈഡ് ബൈ Ma MB raised to half e raised to minus e by RT എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവിടെ നിന്നും നമ്മളതിനെ സോൾവ് ചെയ്ത് കൊണ്ടുവരുമ്പോഴേക്കും നമുക്ക് k is equal to Z ഇൻറ്റു e raised to minus EA by RT എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ കിട്ടും. അതിൻ്റെ എയ്ക്ക് പകരം, അതായത് നമ്മളവിടെ കമ്പയറിങ് ഇക്വേഷൻ 92 വിത്ത് അറീനസ് ഇക്വേഷനകത്ത് കമ്പയർ ചെയ്ത് കഴിയുമ്പോഴേക്കും അറീനസ് ഇക്വേഷനകത്ത് കെയ്ക്ക് പകരം നമുക്കിവിടെ കിട്ടിയ വാല്യൂ ആണ് Na DAV സ്ക്വയർ ഡിവൈഡ് ബൈ, കാരണം അത്രയും വലിയൊരു ഇക്വേഷൻ, അതായത് A is equal to Na DAV സ്ക്വയർ ഡിവൈഡ് ബൈ 10⁻³ അത്. പക്ഷേ അതിന് പകരം നമ്മുടെ ഈ ഇക്വേഷനകത്ത് നമ്മൾ അത്രയും സംഭവത്തിന് പകരം നമ്മൾ ഒറ്റ ടേമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്യാപിറ്റൽ ലെറ്റർ Z. അപ്പോൾ Z is equal to എന്താണ് Na DAV സ്ക്വയർ ഡിവൈഡ് ബൈ 10⁻³ Ma പ്ലസ് MB 8πRT ഡിവൈഡ് ബൈ Ma പ്ലസ് MB ദ ഹോൾ റേസ് ടു ഹാഫ്, ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു Z എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു. അപ്പോൾ അത് നമ്മൾ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഇസഡും എയ്ക്കും ഏകദേശം നമുക്ക് അറീനസ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ നമ്മൾ ഉപയോഗിച്ച ഇസഡിനും അവിടുത്തെ എയ്ക്കും ഒരേപോലത്തെയാണെന്ന് മാത്തമാറ്റിക്കലി നമുക്ക് അതിനെ രണ്ടിനെയും നമ്മൾ ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കൺകോർഡൻസ് ബിറ്റ്വീൻ ദ എക്സ്പെരിമെൻ്റൽ വാല്യൂ ഓഫ് k ആൻഡ് ദാറ്റ് calculated from equation 92 has been observed for the number of bimolecular reactions and also for some solution phase reaction, but in most cases the experimental value found to be less than the calculated value. This suggests that all collisions between activated molecules may not be effective due to the lack of proper orientation for collisions. Hence the steric factor P has been introduced for account for orientational requirement. The modified equations for k can be written as, അപ്പോൾ കെയുടെ റേറ്റ് കോൺസ്റ്റൻ്റ് മോഡിഫൈഡ് ഇക്വേഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റും P Z e raised to EA by RT എന്ന് കിട്ടും. അതായത് പ്രോപ്പറായിട്ടുള്ള ഓറിയൻറ്റേഷൻസ് നമ്മൾ കൊടുക്കാൻ പറ്റുന്നില്ല. അതായത് k is equal to Z into e raised to EA by RT എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഓറിയൻറ്റേഷനെ ഫാക്ടറൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് അതും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് P എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി ഫാക്ടർ എന്നാണ് അതിനെ പറയുക, അതും കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദ വാല്യൂ ഓഫ് P വേരീസ് ബിറ്റ്വീൻ 10⁻⁹ ആൻഡ് 1, അത്ര ഇതിനിടയ്ക്ക് Pൻ്റെ വാല്യൂ വേരി ചെയ്തിട്ടായിരിക്കും നിൽക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കൊളിഷൻ തിയറീനെ ബേസ് ചെയ്തിട്ടുള്ള ഡെറിവേഷൻസ്. ഇനിയും കൊളിഷൻ തിയറിയുടെ ലിമിറ്റേഷൻസ് ആണ്. The assumptions that reactant molecules have a rigid spheres is unacceptable. Rather, molecular structure should have been taken into consideration. അതായത് നമ്മൾ ഈ ഒരു തിയറി അല്ലെങ്കിൽ ഈ ഒരു തിയറി നമ്മൾ പറയുന്ന സമയത്ത് മോളിക്യൂൾസിനെല്ലാം ഷേപ്പ് സ്പെറിക്കൽ ആണെന്ന് പറഞ്ഞിട്ട് കൺസിഡർ ചെയ്താണത് അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. It has been applied only to simple homogeneous reactions. സിമ്പിൾ ആയിട്ടുള്ള ഹോമോജീനിയസ് റിയാക്ഷൻസിൽ മാത്രമേ നമുക്ക് ഈ ഒരു തിയറി ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ഇൻറ്റേർണൽ മോഷൻ ഓഫ് ദ മോളിക്യൂൾ ഹാസ് നോട്ട് ബീൻ അക്കൗണ്ടഡ്. അതായത് മോളിക്യൂൾസിന് ഉള്ളിൽ നടക്കുന്ന ഇൻറ്റേർണൽ മോഷനൊന്നും നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. കൊളിഷൻസ് തിയറി ഫെയിൽസ് ടു correlate steric factors with the characteristics of the reactant molecule. കൊളിഷൻ തിയറി നമ്മുടെ സ്റ്റെറിക് ഫാക്ടറുമായിട്ട്, അതായത് സ്റ്റെറിക് ഹിൻഡ്രൻസുമായിട്ടൊന്നും കോറിലേറ്റ് ചെയ്യുവാനായിട്ടും സാധിച്ചിട്ടില്ല. കൊളിഷൻ തിയറി ഈസ് അൺഏബിൾ ടു എക്സ്പ്ലെയിൻ ദ റിവേഴ്സിബിൾ ആൻഡ് കോംപ്ലിക്കേറ്റഡ് റിയാക്ഷൻസ്. റിവേഴ്സിബിൾ ആയിട്ടുള്ളതും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ കൊളിഷൻ തിയറിക്ക് സാധിച്ചിട്ടില്ല. ഇറ്റ് ഫെയിൽസ് ടു കംപ്ലീറ്റ്ലി ഫോർ റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻസ് ആൻഡ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ റോൾ ഓഫ് സോൾവെൻറ്റ്. ഇത് കംപ്ലീറ്റ് ആയിട്ടും സൊല്യൂഷൻസിൽ നടക്കുന്ന റിയാക്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ആയിട്ടും ഇത് ഈ ഒരു കൊളിഷൻ തിയറി ഫെയിൽ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ റോൾ ഓഫ് സോൾവെൻ്റ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ടും ഈ ഒരു തിയറിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൊളിഷൻ തിയറിയുടെ ലിമിറ്റേഷൻസ് ആയിട്ടും ഉള്ളത്. അപ്പോൾ ഇത്രയും നോക്കുക.
ഡെറിവേഷൻസ് എഴുതി നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.